Good morning, Pradeep sir. Welcome to the show. Morning, Priya. Morning, viewers. US വിപണിയെ സംബന്ധിച്ച എൻവിഡിയ ഓഹരികളിലടക്കം വളരെ ശക്തമായിട്ടുള്ള മൂവ്മെന്റ് കാണാൻ സാധിച്ചിരുന്നു. പോസിറ്റീവ് നോട്ടിൽ തന്നെ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻവിഡിയയെ സംബന്ധിച്ച 3 ലക്ഷം കോടി എന്നുള്ള ഒരു മാർക്കറ്റ് ക്യാപ്പ് മറികടക്കുന്നതിന് വേണ്ടിയിട്ടും എൻവിഡിയ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ സെഷനിലും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി പ്രധാനമായിട്ടും സർ US വിപണിയിൽ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, അപ്പോൾ അമേരിക്കൻ വിപണിയിലോട്ട് വരുന്നതിന് മുൻപ് എൻവിഡിയയെ കുറിച്ച് തന്നെ ഒരു അഭിപ്രായം പറയാം. സോ എൻവിഡിയ ഇസ് നൗ ട്രേഡിംഗ് അറ്റ് ഇറ്റ്സ് ഓൾ ടൈം ഹൈ. നമുക്ക് അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. എൻവിഡിയയുടെ സ്പെസിഫിക് കേസ് നമ്മൾ നോക്കുമ്പോഴേക്കും ഏപ്രിൽ 19 ആയിരുന്നു ഇതിൻ്റെ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് $75.60. അവിടെ നിന്നും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100% നേട്ടം ഈ സ്റ്റോക്ക് നമുക്ക് കഴിഞ്ഞ 3 മാസത്തിനിടെ നൽകിയിരിക്കുന്നത്. ഔട്ട്ലുക്ക് കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് അതിനെ തുടർന്ന് നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കാഴ്ചപ്പാടും കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഒരേ ഒരു പ്രോബ്ലം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ബട്ട് ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് ശേഷം നമുക്ക് വീണ്ടും ഒരു മുന്നേറ്റം നാസ്ഡാക്കിൽ എക്സ്പെക്ട് ചെയ്യാം. മൈ എക്സ്പെക്ടേഷൻ നാസ്ഡാക്ക് ഇൻഡെക്സ് 20,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ലെവലിൽ മറികടക്കും. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിലോട്ട് വരുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിൽ വീണ്ടും ആ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ സാധിച്ചത് മേജർ റെസിസ്റ്റൻസ് ഇസ് അറ്റ് 39,200 പോയിന്റ്സ്. കമ്മ്യൂണിറ്റി മാർക്കറ്റ്സിൽ വരുന്ന സമയത്ത് ബ്രെൻഡ് ക്രൂഡിനെ സംബന്ധിച്ച് നിലവിൽ ഡെറിവേറ്റീവ്സിൽ ബാരലിന് $85.36 മുന്നോട്ട് പോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ ക്രൂഡിൽ നമുക്ക് ഇന്നലെ വീണ്ടും ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചു. 10ാമത്തെ കൺസിക്യൂട്ടീവ് ട്രേഡിംഗ് സെഷൻസിലാണ് നമുക്ക് ഈ ഒരു നേട്ടം കാണാൻ സാധിക്കുന്നത്. ക്രൂഡിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് തീർച്ചയായിട്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് $77 മുതൽ $78 സപ്പോർട്ട് ലെവലായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഗോൾഡിനെ സംബന്ധിച്ച് ട്രായ് ഔൺസിന് 2331.56 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ സ്വർണത്തിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ആൻഡ് മേജർ റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത് $2,360. മേജർ സപ്പോർട്ട് $2,300. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,290 സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ആഭ്യന്തര വിപണിയിൽ 92 പോയിന്റിന്റെ നേട്ടത്തിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം റെക്കോർഡ് ഹൈ ആയിട്ടുള്ള 23,579 എന്ന റേഞ്ചിലേക്ക് നിഫ്റ്റി ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു നേട്ടം നിലനിർത്താൻ നിഫ്റ്റിക്ക് സാധിക്കുമ്പോൾ നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ പ്രിയ, നിഫ്റ്റിയുടെ പ്രോബ്ലം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 5 സെഷനിൽ നമുക്ക് നേട്ടം കാണാൻ സാധിച്ചെങ്കിലും ഒരു ശക്തമായിട്ടൊരു അപ്പ് മൂവ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ നിഫ്റ്റി 50യുടെ കേസിൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബട്ട് ഒരു ഷോർട്ട് ടേമിൽ നമ്മളൊരു ലോങ് പൊസിഷൻ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ 23,400 പോയിന്റിൽ നമ്മളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. കാര്യം എന്തെന്നാൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റിയിൽ ഒരു 300 മുതൽ 500 പോയിന്റ് കറക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മുന്നോട്ട് പോകുമ്പോഴേക്കും നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 23,750 പോയിന്റ്. നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ 438 പോയിന്റിന്റെ നേട്ടത്തിൽ 50,440 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ സെഷനിൽ 50,562 എന്നൊരു ഇൻട്രാഡേ ഹൈ അവസാന നിമിഷങ്ങളിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിൽ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് അടക്കമുള്ള ബാങ്കിങ് ഓഹരികളിലൊക്കെ തന്നെ ഒരു ശക്തമായിട്ടുള്ള മൂവ്മെന്റ് കാണാൻ സാധിച്ചിരുന്നു. നിഫ്റ്റി ബാങ്കിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇന്നലെ നമ്മൾ വാച്ച് ചെയ്തിരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ 50,400 പോയിന്റ് ആയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇനി നിഫ്റ്റിയുടെ മുന്നിലുള്ളത് അതിന്റെ ഓൾ ടൈം ഹൈ 51,133 പോയിന്റ്സ്, 51,133. മൈ എക്സ്പെക്ടേഷൻ നിഫ്റ്റിക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണുന്നുണ്ട്. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ക്രോസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ബട്ട് നിഫ്റ്റി ബാങ്കിങ് സെക്ടർ പൂർണ്ണമായിട്ട് നോക്കുമ്പോഴേക്കും ഇന്നലത്തെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത് ഓൾ ദ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലൊക്കെ ഇന്നലെ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഫോർ എക്സാമ്പിൾ ബന്ധൻ ബാങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. കരൂർ വൈശ്യ ബാങ്കിൽ നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചു. നിഫ്റ്റി ബാങ്ക് ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സായി ഇന്നലെ ഒരു മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തി. തീർച്ചയായിട്ടും ഡിഫൻസ് സ്റ്റോക്കുകൾ തന്നെയായിരുന്നു. പല ഡിഫൻസ് സ്റ്റോക്കുകളിലും ഒരു ഡബിൾ ഡിജിറ്റ് മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. അതിൽ പ്രത്യേകമായി എടുത്തു ചോദിക്കുന്ന 1-2 സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച 10% മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. ഗാർഡൻ റീച്ചിനെ സംബന്ധിച്ച 13% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. പാരാസ് ഡിഫൻസിനെ സംബന്ധിച്ച 20% നേട്ടത്തോടുകൂടി അപ്പർ സർക്യൂട്ടിലെത്തുന്ന സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിച്ചിരുന്നത്. ഭൂരിഭാഗം ഡിഫൻസ് ഓഹരികളിലും 5% ഒരു നേട്ടം നമുക്ക് കഴിഞ്ഞ സെഷനിൽ കണ്ടിരുന്നു. ഈ ഒരു ഡിഫൻസ് സ്റ്റോക്ക് കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കുന്ന ഒരു സ്റ്റാൻസ് എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സ്റ്റോക്കുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതുപോലെ തന്നെ ഗാർഡൻ റീച്ച്, പാരാസ് ഡിഫൻസ് എന്നീ സ്റ്റോക്കുകളിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഡിഫൻസ് സ്റ്റോക്കിൽ ഇന്നലെ ശക്തമായിട്ട് നാച്ചുറലി ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് ഡിഫൻസ് സ്റ്റോക്സിൽ ഒന്നും തന്നെ എടുക്കാൻ സാധിക്കത്തില്ല. ബിക്കോസ് റിസ്ക് ഇസ് വെരി വെരി ഹൈ. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക ഒരു വീക്ക്നെസ് ഡിഫൻസ് സ്റ്റോക്സിൽ കാണാൻ സാധിക്കുന്നില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 2500 രൂപയിലായിരിക്കും. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് നോക്കുമ്പോഴേക്കും again around 1950 to 2000 rupees ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. പരാസ് ഡിഫൻസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും പരാസ് ഡിഫൻസ് ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം 20% നേട്ടമായിരുന്നു നമുക്ക് നൽകിയത്. മൈ എക്സ്പെക്ടേഷൻ വീണ്ടും ഈ ലെവലിൽ നിന്നും 10 മുതൽ 20% നേട്ടം എക്സ്പെക്ട് ചെയ്യാം. യെസ്, അതോടൊപ്പം തന്നെ ഫെർട്ടിലൈസർ സ്റ്റോക്സിനെ കുറിച്ച് കൂടി സാറിൻ്റെ വ്യൂ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദീപക് ഫെർട്ടിലൈസേഴ്സിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് 4% നേട്ടത്തിലായിരുന്നു കഴിഞ്ഞ സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. 619 രൂപ എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ദീപക് ഫെർട്ടിലൈസറിനെ സംബന്ധിച്ച് കഴിഞ്ഞ 1 മന്തിൽ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഒരു 12% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദീപക് ഫെർട്ടിലൈസേഴ്സിലുള്ള സാറിൻ്റെ വ്യൂ എന്താണ്? ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്കുകൾ ലോങ് ടേമിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? ഫെർട്ടിലൈസർ സെക്ടർ നോക്കുമ്പോഴേക്കും നമ്മൾ രണ്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് PSU ഫെർട്ടിലൈസർ സ്റ്റോക്സ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഫെർട്ടിലൈസർ സ്റ്റോക്ക്. സോ പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ സ്റ്റോക്സ് ആയിരുന്നു നമുക്ക് അതിൽ ഏറ്റവും ശക്തമായിട്ട് ഒരു മൂവ്മെന്റ് നൽകിയിരിക്കുന്നത്. നാച്ചുറലി മൈ ഫേവറേറ്റ് ഇസ് ദ PSU ഫെർട്ടിലൈസർ സ്റ്റോക്സ്. ബട്ട് ദീപക് ഫെർട്ടിലൈസറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വീണ്ടും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഒരു വീക്ക്നെസ്സും അറ്റ് ദ മൊമെന്റ് കാണുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 640, അതിനെ തുടർന്ന് 665. നമ്മൾ പബ്ലിക് സെക്ടർ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ആദ്യത്തെ ഒരു സ്റ്റോക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് ഇസ് പരാദീപ് ഫോസ്ഫേറ്റ്. ഇത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ വില വെറും 76 രൂപയേ ഉള്ളൂ. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഇത് ഒരു 85 to 90 rupees വരെ ഷോർട്ട് ടേമിൽ മൂവ്മെന്റ് നൽകാൻ നല്ല ചാൻസ് ഉണ്ട്. കേരള ബേസ്ഡ് FACTയിൽ ഇന്നലെ ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഈ ആഴ്ച തന്നെ ഞാൻ ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിലവിലുള്ള ഓൾ ടൈം ഹൈ ഇസ് ബിറ്റ്വീൻ 980 to 920. അതുപോലെ തന്നെ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, മദ്രാസ് ഫെർട്ടിലൈസേഴ്സ്, നാഷണൽ ഫെർട്ടിലൈസേഴ്സ് മുതലായ സ്റ്റോക്സിലൊക്കെ നല്ല ബുള്ളിഷ് സെറ്റപ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു സെഷനിൽ ഒരു ഇടിവോട് കൂടിയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജെയിൻ ഇറിഗേഷൻ്റെ ഓഹരികളാണ്. കഴിഞ്ഞ സെഷനിൽ 2% ഒരു നഷ്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പെർഫോമൻസ് ഒരു മൾട്ടി ബാഗ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് ജെയിൻ ഇറിഗേഷൻ. എങ്കിൽ പോലും ഇയർ ടിൽ ഡേറ്റ് പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് 19% ഒരു മുന്നേറ്റമാണ് ഈ ഒരു ഓഹരി നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. സോ ജെയിൻ ഇറിഗേഷൻ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം കനത്ത ഇടിവ് രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു. അതിനുശേഷം വി ഹാവ് സീൻ എ ഷാർപ്പ് റിക്കവറി ആൻഡ് കഴിഞ്ഞ 3 സെഷൻസിൽ നമുക്കൊരു നേരിയ പ്രോഫിറ്റിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ ജെയിൻ ഇറിഗേഷനിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 79 മുതൽ 81 രൂപ വരെ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിന്റെ 88 രൂപ. അതും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 94 രൂപയിലായിരിക്കും റെസിസ്റ്റൻസ്. അതോടൊപ്പം തന്നെ ദാംപൂർ ബയോ ഓർഗാനിക്സിലുള്ള വ്യൂ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ സെഷനിൽ 1.5% ഒരു നേട്ടത്തിൽ 150 രൂപ എന്ന റേഞ്ചിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലിസ്റ്റിങ്ങിന് ശേഷം ഇതിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 16% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നതെന്ന് കാണാം. എങ്കിൽ പോലും കഴിഞ്ഞൊരു 1 മന്തിൽ ഓൾമോസ്റ്റ് ഒരു 24% മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിൻ്റെ വ്യൂ എന്താണ്? ഈ സ്റ്റോക്ക് കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? ലോങ് ടേമിലേക്ക് ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? So Dhampur Bio Organics is a small cap stock. ആൻഡ് സെപ്റ്റംബർ 22 ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ കനത്ത സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഈ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം വീണ്ടും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഈ സ്റ്റോക്കിൽ നല്ല ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്നത് 157 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത അടുത്ത മേജർ റെസിസ്റ്റൻസ് 170, അതിനെ തുടർന്ന് 180. അത്തരത്തിൽ മറ്റൊരു സ്റ്റോക്ക് ചോദിക്കുന്നത് അഗ്രിടെക് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ ഒരു നേരിയ ഇടിവിൽ 195 രൂപ എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അഗ്രിടെക്കിനെ സംബന്ധിച്ചും പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് കഴിഞ്ഞൊരു 1 മന്ത് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 3% നെഗറ്റീവ് റിട്ടേൺ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാം. അഗ്രിടെക് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ എന്താണ്? ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? പ്രിയ, അഗ്രിടെക് വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. അഗ്രിടെക് ഇന്ത്യക്ക് പകരം വേറൊരു സ്റ്റോക്ക് അഡ്വൈസ് ചെയ്യുന്നത് ഇസ് നോവ അഗ്രിടെക്. നോവ അഗ്രിടെക് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്കിൽ കനത്ത സെല്ലിംഗ് നേരിട്ടത്. ജൂൺ മാസത്തിലായിരുന്നു ഇതിൻ്റെ ഒരു ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത് 45 രൂപയിൽ. അതിനുശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 63 രൂപ. 63ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 68-ലും അതിനെ തുടർന്ന് 73-ലും അതിനുശേഷം 77 രൂപയിലും ആയിരിക്കും. മറ്റൊരു സ്റ്റോക്ക് ചോദിക്കുന്നത് അമരാജ എനർജിയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 2.5% നേട്ടത്തിൽ 1377 രൂപ എന്ന റേഞ്ചിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചും കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് മൾട്ടി ബാഗർ റിട്ടേൺ ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. അമരാജ എനർജിയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? അമരാജ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷം അമരാജ ആൻഡ് എക്സൈറ്റ് ബാറ്ററിയിൽ നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. അണ്ടർ ടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നത്തെ ട്രേഡിങ്ങിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് 1417 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1450, അതിനെ തുടർന്ന് 1580, അതിനെ തുടർന്ന് 1700 രൂപ. I think it's a great value stock. ഇന്നത്തെ വിപണിയിൽ സ്റ്റോക്സ് ഇൻ ഫോക്കസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇൻഡസ് ടവേഴ്സ് ആണ്. ഇൻഡസ് ടവേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 1.5% നേട്ടത്തിൽ 344 രൂപ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. കമ്പനിയെ സംബന്ധിച്ച് ഇൻഡസ് ടവേഴ്സ്, വോഡഫോൺ ഇൻഡസ് ടവേഴ്സിന്റെ സ്റ്റേക്ക് വിറ്റഴിക്കുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇൻഡസ് ടവേഴ്സിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു സ്റ്റോക്ക് കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? സോ ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. പേഴ്സണലി എനിക്ക് ഇൻഡസ് ടവറിൽ ഒരു ലോങ് ടേം പൊസിഷൻ ഉണ്ട്. തൽക്കാലം അത് ഞാൻ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ഫ്രം എ ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് നമ്മൾ ഈ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്. കൈവശം നമുക്കൊരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 285 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് ടേമിൽ നമുക്കൊരു സ്പെക്കുലേറ്റീവ് ട്രേഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
360 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 360 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 10% നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏതായാലും പ്രേക്ഷകരുടെ ക്വറീസ് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതിൽ രത്നാകരൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടെക്സ്മാക്കോ റെയിലുള്ള സാറിൻ്റെ വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 213 രൂപ 80 പൈസ എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. So Texmaco Rail again is a mid-cap stock. Long-term and short-term trend bullish ആയിട്ടാണ് കാണുന്നത്. ഇതിൽ കാര്യമായിട്ടൊരു മൊമെൻറ്റം ഇല്ലെങ്കിൽ പോലും നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 222 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 222ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 230, അതിനെ തുടർന്ന് 245 രൂപയിൽ. ജോയ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ലിബർട്ടി ഷൂസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 372 രൂപ 80 പൈസ എന്ന റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ലിബർട്ടി വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ് ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 355 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 390ന്റെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. 390ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 420 രൂപയിലായിരിക്കും. രാജേഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ദീപ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1.5% നേട്ടത്തിൽ 300 രൂപ എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദീപ് ഇൻഡസ്ട്രീസിന്റെ സ്പെല്ലിംഗ് വരുന്നത് DEEP ഇൻഡസ്ട്രീസ്. സോ ദീപ് ഇൻഡസ്ട്രീസ് വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത്. കാര്യമായിട്ട് ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷ് ആയിട്ടിരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ 313 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 313ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 323, അതിനെ തുടർന്ന് 340 രൂപയിലായിരിക്കും. ഒരു പ്രേക്ഷകൻ ഫെഡറൽ ബാങ്കിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 0.34% നേട്ടത്തിൽ 175 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ വീണ്ടും ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് ലോങ് ടേം പൊസിഷൻ ഫെഡറൽ ബാങ്കിൽ അറ്റ് ദ മൊമെന്റ് ഐ ഹാവ് എ ലോങ് പൊസിഷൻ ആൻഡ് അണ്ടർടോൺ ഇൻ ഫെഡറൽ ബാങ്ക് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഓൾ ദ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ ഇന്നലെ ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു വരുന്നു. ദാറ്റ് വാസ് ഇൻ ബാന്ധൻ ബാങ്ക്, കരൂർ വൈസ്യ ബാങ്ക് എക്സെട്ര. നമുക്ക് ഇന്നലെ ഫെഡറൽ ബാങ്കിൽ ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഫെഡറൽ ബാങ്ക് ഇന്നലെ പുതിയൊരു ഓൾ ടൈം ഹൈ ലെവൽ വരെ എത്തിയിരുന്നു. ഫെഡറൽ ബാങ്കിൽ ഓൾറെഡി നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 178, അതിനെ തുടർന്ന് 183, അതിനെ തുടർന്ന് 190. മറ്റ് ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ബാങ്കിങ് സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 4% നേട്ടത്തിൽ 81 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. സോ വീണ്ടും ഡിസ്ക്ലോഷർ, എനിക്ക് IDFC ഫസ്റ്റ് ബാങ്കിലും ഒരു ലോങ് പൊസിഷൻ നിലവിലുണ്ട്. ആൻഡ് ഈ സ്റ്റോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഹൈ ലെവൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 100 രൂപ 70 പൈസ. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിന് ശേഷം തുടർച്ചയായിട്ട് കഴിഞ്ഞ 5-8 മാസങ്ങളായിട്ട് ഈ സ്റ്റോക്കിൽ നല്ലൊരു ഹെൽത്തി കറക്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കറക്ഷൻ ഇന്നലത്തെ മൂവ്മെൻറ്റോടുകൂടെ അവസാനിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ കമ്പനിയിലെ ഒരു ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറണ്ട് ലെവൽസിൽ തന്നെ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 85 രൂപ, അതിനെ തുടർന്ന് 90 രൂപ, അതിന് ശേഷം 95 രൂപ. സന്തോഷ് എന്ന പ്രേക്ഷകൻ വോൾട്ടാസിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്ക് വിറ്റഴിക്കേണ്ട സമയമായിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. വോൾട്ടാസിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 2.5% നേട്ടത്തിൽ 1534 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. വോൾട്ടാസിന്റെ അണ്ടർടോൺ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഇതൊരു പുതിയ ഓൾ ടൈം ഹൈ ലെവലിലാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമുക്കറിയാം ഇന്ത്യയിലെ മുഴുവൻ
we are experiencing a heat wave. അതിനെ തുടർന്ന് എയർ കണ്ടീഷനിങ് കമ്പനീസിൻ്റെ ഒക്കെ ബിസിനസ് ഐ എക്സ്പെക്ട് ഇറ്റ് ടു ബി ഫാന്റാസ്റ്റിക് ഇൻ ദ നെക്സ്റ്റ് 2 to 6 months. ജിബി എന്ന പ്രേക്ഷകൻ കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ. സോ കല്യാൺ ജ്വല്ലേഴ്സ് നമുക്ക് ഏപ്രിൽ മാസത്തിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ നൽകിയത് 449 രൂപ 70 പൈസയിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 3 മാസമായിട്ട് നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് ഇസ് ക്ലോസ്ഡ് ഓൺ എ വെരി സ്ട്രോങ് നോട്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ 432 റെസിസ്റ്റൻസിന് മുകളിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. ജയൻ എന്ന പ്രേക്ഷകൻ അദാനി പോർട്സുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 1444 രൂപയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. സോ അൺഫോർച്ചുനേറ്റ്ലി അഡാനിയുടെ സ്റ്റോക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് അഡാനി പോർട്സ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ആൻഡ് അഡാനി പോർട്ടിന്റെ കേസിൽ 1480 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. ഒരു പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് LICയിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 0.92% ഇടിവിൽ 1057 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ LICയുടെ കേസിൽ 1100 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 1100 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. റാഷിദ് എന്ന പ്രേക്ഷകൻ വിപ്രോയുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. വിപ്രോയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 2.5% നേട്ടത്തിൽ 491 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ എല്ലാ ടെക്നോളജി മേജർ സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാലും നല്ല ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത്. കണ്ടിന്യൂ ടു ഫോക്കസ് ഓൺ HCL ടെക്നോളജി, വിപ്രോ, ഇൻഫോസിസ്, TCS ആൻഡ് അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ടാറ്റ ടെക്നോളജി, ലാർസൻ ആൻഡ് ടൂബ്രോ ടെക്നോളജി സർവീസസ്, LTIM, ടെക് മഹീന്ദ്ര, ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്. നമ്മൾ ഏത് മേജർ ടെക്നോളജി സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും നല്ല ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. വിപ്രോയുടെ കേസിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ദാറ്റ് ഇസ് അറൌണ്ട് 490 to 495 റുപ്പീസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 510, അതിനെ തുടർന്ന് 525, അതും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 545. ഒരു പ്രേക്ഷകൻ KNR കൺസ്ട്രക്ഷൻസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞ സെഷനിൽ 3% ഇടിവിൽ 373 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ KNR കൺസ്ട്രക്ഷൻസ് പാറ്റേൺ നോക്കുമ്പോഴേക്കും മെയ് മാസത്തിൽ 240 രൂപയിലായിരുന്നു ഇതിൻ്റെ ഒരു ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് കറക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലായ 407 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ സ്റ്റോക്കിൽ നേരിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 365 രൂപയിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് മോസ്ചിപ്പ് ടെക്നോളജീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. സ്പെല്ലിംഗ് വരുന്നത് MOSCHIP ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ സെഷനിൽ 223 രൂപ 25 പൈസ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 10% മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. സോ മോസ്ചിപ്പ് ടെക്നോളജി നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. പുതിയ ലോങ് പൊസിഷൻസ് ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 240, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 250, അതിനെ തുടർന്ന് 256 രൂപ. ഒരു പ്രേക്ഷകൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് 27 രൂപ 80 പൈസയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. സോ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ഒരു ബുള്ളിഷ് ട്രിഗർ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. 29 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഏതായാലും നമുക്ക്
പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ധാരാളം ക്വറീസ് ചോദിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് സമയപരിമിതി ഉണ്ട്. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. പ്രേക്ഷകരുടെ മാക്സിമം ക്വറീസ് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിൽ കാണുന്നവരേക്കും നന്ദി.